വിനീത വിജി കൂടി ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. വിനീത, ഇന്ത്യ നടപടി കടുപ്പിച്ചു. ഇന്നലെ ഇന്ത്യ ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടുകൾ സംബന്ധിച്ച പ്രഖ്യാപനം വന്നതാണ്. ഇപ്പോൾ ഉന്നത പാക് നയതന്ത്രജ്ഞനെ തന്നെ ഈ ഒഴിപ്പിക്കൽ അറിയിപ്പ് വിവരങ്ങൾ അറിയിച്ചിട്ടുണ്ടല്ലോ. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനീത? ഉന്മേഷ്, ഇന്നലെ വൈകിട്ട് ചേർന്ന കേന്ദ്ര മന്ത്രിമാരുടെ സമിതി യോഗത്തിലാണ് മന്ത്രിസഭാ സമിതി യോഗത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ ആദ്യഘട്ടത്തിൽ പ്രതിരോധ മേഖലയിലടക്കം ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും പ്രധാനമായി പറയേണ്ടത് നയതന്ത്ര മേഖലയിലടക്കം കടുത്ത നിയന്ത്രണത്തിലേക്ക് ഇന്ത്യ പോയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടികൾ ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞൻ സാദ് അഹമ്മദ് വാറൈച്ചിനെ ഇന്ത്യ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട അദ്ദേഹത്തിന് കൈമാറിയിട്ടുമുണ്ട്. അതായത് ഈ പാകിസ്ഥാനിലെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗികമായിട്ടുള്ളൊരു അറിയിപ്പാണിത്. ഇതിനാണ് ഈ പേഴ്സണ നോൺ ഗ്രാറ്റ നോട്ട് എന്ന് പറയുന്നത്. ഈ നോട്ട് ഇപ്പോൾ കൈമാറിയിരിക്കുകയാണ്. ഇത് ഇന്നലെ ചേർന്ന യോഗത്തിന്റെയൊക്കെ തന്നെ തുടർ നടപടിക്രമങ്ങളുടെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിലേക്കുള്ള ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നത്. പാകിസ്ഥാനുമായുള്ള ഈ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള നിരവധി നിയന്ത്രണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇന്ത്യ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ യോഗത്തിൽ എടുത്ത തീരുമാനങ്ങൾ അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റ് തുടർ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിന്റെ കൂടി ഭാഗമായാണ് ഡൽഹിയിലെ പാകിസ്ഥാന്റെ ഉന്നത നയതന്ത്രജ്ഞയെ വിളിച്ചു വരുത്തി ഇപ്പോൾ ഈ ഡേറ്റ നോട്ട് കൈമാറിയിരിക്കുന്നത്. ഇത്തരത്തിലേക്കുള്ള നടപടി നയതന്ത്ര മേഖലയിലടക്കമുള്ള നടപടിക്രമങ്ങൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഏറ്റവും പ്രധാനമായും നടക്കുന്നത് ഇന്ന് വൈകിട്ട് 6 മണിക്കുള്ള സർവകക്ഷി യോഗമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അമിത്ഷായെ കൂടാതെ തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേർന്നത്. നേരത്തെ തന്നെ ഭീകരതയ്ക്കെതിരെ സർക്കാരിനൊപ്പം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഉൾപ്പെടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ഒപ്പം തന്നെ ഈ ഭീകരാക്രമണത്തിന് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇന്ന് കോൺഗ്രസിന്റെ പ്രത്യേക യോഗം ചേരുന്നുണ്ട്. CWC യോഗമാണ് ചേരുന്നത്. രാവിലെ 10:30 മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുന്നത്. യോഗത്തിൽ തുടർ നടപടികൾ അവർ ചർച്ച ചെയ്യും. ശേഷം കോൺഗ്രസിന്റെ തീരുമാനം എന്താണ് എന്നുള്ള കാര്യം അത് ഇന്നത്തെ യോഗത്തിൽ ഈ സർവകക്ഷി യോഗത്തിൽ അറിയിക്കും. രാഹുൽ ഗാന്ധിയും ഈ യോഗത്തിൽ പങ്കെടുക്കും. അമേരിക്കയുടെ സന്ദർശനം വെട്ടിച്ചുരുക്കി രാഹുൽ ഗാന്ധിയും ഇന്ന് ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. ഉന്മേഷ്.